എൻ്റെ പേര് ദേവിക. ഞാൻ കൊല്ലം ജില്ലയിലെ പരവൂർ എന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്. ഞാനിപ്പോൾ ഇവിടെ വന്നത് എനിക്ക് വേണ്ടി എൻ്റെ അമ്മയായിരുന്നു ആദ്യം ഉടമ്പടി എടുത്തത്. അപ്പോൾ അത് അമ്മ പറഞ്ഞ കാര്യങ്ങളെല്ലാം നടന്നിട്ടുണ്ടായിരുന്നു. അതിൽ ആദ്യം തന്നെ ഞാൻ തിരുക്കുമാരനും അമ്മയ്ക്കും ഞങ്ങളുടെ കുടുംബത്തിൻ്റെ പേരിൽ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. ഒരുപാട് അനുഗ്രഹങ്ങൾ ഞങ്ങൾക്കിപ്പോൾ തന്നെ തന്നിട്ടുണ്ട്. അതിൽ എൻ്റെ അമ്മ ആദ്യം വെച്ച ഉടമ്പടി എന്ന് പറയുന്നത്, എൻ്റെ കാലിന് ഒരു 20 വർഷം മുന്നേ എനിക്കൊരു ആക്സിഡൻറ്റ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. ബസ്സിൽ പോയപ്പോൾ ബസ്സിൽ കയറുന്ന ടൈമിൽ ബസ് എടുത്തു. അങ്ങനെ ഞാൻ ഒരുപാട് ദൂരം ബസ് എന്നെ വലിച്ചഴിച്ചുകൊണ്ട് പോയി. അതെനിക്കൊരു 8 വയസ്സുള്ള ടൈമിലായിരുന്നു ആ ആക്സിഡൻ്റ് ആയത്. അപ്പോൾ ഒരുപാട് ദൂരം ഞാൻ ബസ്സിൽ കയറിയ ടൈമിൽ ബസ് എടുത്തു. സ്റ്റോപ്പിലല്ലായിരുന്നു ബസ് കിടന്നത്. അപ്പം ഒരുപാട് ദൂരം ബസ് എന്നെ വലിച്ചഴിച്ചുകൊണ്ട് പോയി. കുറേ ദൂരം കഴിഞ്ഞപ്പോൾ ആൾക്കാരെല്ലാം ഒരു സന്ധ്യ സമയത്തായിരുന്നു. ആൾക്കാരെല്ലാം കണ്ടിട്ട് ബസ്സിന് കല്ലൊക്കെ എറിഞ്ഞു. അങ്ങനെയാണ് ബസ് സ്റ്റോപ്പ് ചെയ്തത്. ആ ടൈമിൽ കണ്ടക്ടർ എന്നെ കിളി എന്നെ പെട്ടെന്ന് അയാൾ എന്നെ താഴേക്കിട്ട ടൈമിൽ എൻ്റെ തൊട വന്നിട്ട് റോഡിലടിച്ചിട്ട് എനിക്ക് നല്ല ചതവുണ്ടായിരുന്നു. ആദ്യം കൊല്ലത്തെ ദേവി ക്ലിനിക്കിൽ കൊണ്ടുപോയി. ആ ടൈമിൽ ഡോക്ടേഴ്സ് കാര്യങ്ങളൊന്നും അവിടെ ഇല്ലായിരുന്നു. അങ്ങനെ അവിടുന്ന് ശങ്കേഴ്സിലേക്ക് കൊണ്ടു ചെന്നപ്പോൾ ആദ്യം അവർ പറഞ്ഞത് ഡോക്ടേഴ്സ് ഇല്ല, ഒരു കാര്യം ചെയ്ത് ചെറിയ മുറിവുകൾ മാത്രമേ കാണുന്നുള്ളൂ, എന്തായാലും നമുക്ക് മുറിവുകളെയൊക്കെ മരുന്ന് വെച്ചിട്ട് പിറ്റേ ദിവസം ഡോക്ടർ വരുമ്പോഴത്തേക്ക് നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു. പിറ്റേ ദിവസമായി ഡോക്ടർ വന്ന് കണ്ടപ്പോഴത്തേക്ക് എൻ്റെ തൊട ഭാഗത്ത് മുകളിൽ നിന്ന് രക്തം കട്ട പിടിച്ച് മുട്ടിൻ്റെ അവിടെ വന്ന് കെട്ടിക്കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞത് ജസ്റ്റ് കുറച്ച് ചതവുകളുണ്ട്, ഒരു കാര്യം ചെയ്യും, നമുക്കൊരു 5 ദിവസം ഇത് മരുന്ന് വെച്ചിട്ട് നോക്കാം, അത് കഴിഞ്ഞിട്ട് എന്താ കണ്ടീഷൻ നോക്കിയിട്ട് ഉണങ്ങുവാണെന്നുണ്ടെങ്കിൽ ഡിസ്ചാർജ് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു 5 ഡേയ്സ് കഴിഞ്ഞിട്ട് ഇത് അഴിച്ചു നോക്കിയപ്പോൾ അത് ഫുൾ ഇൻഫെക്ഷനായി എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സർജറി ചെയ്യാണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ആദ്യത്തെ സർജറി എന്ന് പറയുന്നത് എൻ്റെ കാലിൻ്റെ അവിടെയുള്ള മാംസം, തൊടയിലെ 4 സൈഡിൽ നിന്ന് 2 സൈഡിൽ 4 സ്ഥലത്തായിട്ട് മാംസം ഫുള്ള് എടുത്ത് കളഞ്ഞു. അവർ നോക്കിയപ്പോൾ അത് പച്ചയായിട്ടിരിക്കുകയാണ്. അന്ന് എനിക്ക് 8 വയസ്സേ ഉള്ളൂ. അത് പച്ചയായിട്ടിരിക്കുകയാണ്, എന്തെന്നറിയില്ല. പിന്നെ അവർ പറഞ്ഞു ഇതിങ്ങനെ വെച്ചേക്കാൻ പറ്റില്ല. കുറച്ച് ദിവസം കൂടി കഴിഞ്ഞപ്പോൾ, ഒരു 5-6 ദിവസം കൂടി കഴിഞ്ഞപ്പോൾ അവിടുത്തെ സ്കിന്ന് ഫുള്ള് ദ്രവിക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ അവർ പറഞ്ഞു ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ വീണ്ടും ഇൻഫെക്ഷൻ കൂടത്തേ ഉള്ളൂ, ഒരു കാര്യം ചെയ്യും, നമുക്ക് ഈ സ്കിന്ന് ഫുള്ള് റിമൂവ് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ രണ്ടാമത്തെ സർജറി എന്ന് പറയുന്നത് ഈ കാലിൻ്റെ ആ തൊടയിലെ സ്കിന്ന് ഫുള്ള് റിമൂവ് ചെയ്ത് കളഞ്ഞു. അപ്പോൾ അത്രയും സ്പേസിൽ സ്കിന്നും ഇല്ല, മാംസവും ഇല്ല, ഒന്നുമില്ല, ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ അവർ പറഞ്ഞു ഇത് പച്ചയായിട്ടിരിക്കുകയാണ്, ആൾ കൊച്ചാണ്. അപ്പോൾ അന്ന് എനിക്ക് 8 വയസ്സേ ഉള്ളൂ. അപ്പോൾ അവർ പറഞ്ഞു നമുക്ക് 3ാമതൊരു സർജറി എന്തായാലും ചെയ്തേ പറ്റൂ, ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരു പാർട്ടിൽ നിന്ന് സ്കിന്ന് കട്ട് ചെയ്ത് വെക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ അപ്പുറത്തെ അതായത് വലത്തെ കാലിന്, എനിക്ക് ഇടത്തെ കാലിനായിരുന്നു ആക്സിഡൻ്റ് ആയത്, വലത്തെ കാലിൻ്റെ തൊടഭാഗത്തു നിന്ന് സ്കിന്ന് കട്ട് ചെയ്തു വെച്ചു. ഒരു 53 ദിവസത്തോളം ഞാൻ ആ ഹോസ്പിറ്റലിൽ കിടന്നു, ശങ്കേഴ്സിൽ കിടന്നു. അപ്പം അതിന് ശേഷം ഇത്രയും നാളും എല്ലാ വർഷങ്ങളിലും എനിക്ക് ആ ഒരു ടൈം ആകുമ്പോൾ ഒരു ഭയങ്കരമായിട്ട് കിടുങ്ങൽ പോലെ വന്നിട്ട് നല്ല പനിയും, ഭയങ്കര ചൂടായിരിക്കും, നല്ല പനിയും ഛർദിലും ഒക്കെ ആയിട്ട് കാല് നല്ല നീര് വെച്ചിട്ട് എനിക്ക് ബെഡിൽ നിന്ന് എണീക്കാൻ പോലും പറ്റാത്ത രീതിയിലാണ് നല്ല നീരും കാര്യങ്ങളും ഒക്കെ ആയിട്ട്. അത് ഹോസ്പിറ്റലിൽ പോയി ഒരു 5-6 ദിവസം ആൻറ്റിബയോട്ടിക് കാര്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാലേ അത് ഓക്കെ ആവത്തുള്ളായിരുന്നു. അങ്ങനെ അമ്മ ആദ്യം വെച്ചത് എൻ്റെ കാലിൻ്റെ കാര്യമായിരുന്നു ഉടമ്പടിയിൽ. അത് വെച്ചതിന് ശേഷം പിന്നെ ഞാനിപ്പം 1.5 വർഷം, ഒരു 2 വർഷത്തോളം ആവുന്നു, എനിക്ക് കാലിന് വേറെ ഒരു പ്രശ്നങ്ങളും ഇല്ല. നീര് വരും, സാധാരണ നീര് വരുന്നത് പോലെ കുറച്ച് നീര് വരാറുണ്ട്. അതൊരുപാട് സമയം നമ്മൾ എന്തെങ്കിലും നടക്കുകയോ പോയോ ഒക്കെ ചെയ്യുമ്പോൾ, പിന്നെ ഓഫീസിലൊക്കെ ഒരേ ടൈം ഇങ്ങനെ തൂക്കിയിട്ട് കാലിരിക്കുമ്പോഴത്തേക്കൊക്കെ കുറച്ച് നീര് വരാറുണ്ട്. അല്ലാണ്ട് എനിക്ക് വേറെ ഒരു ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ ഈ അമ്മ ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് വന്നിട്ടില്ല. പിന്നെയെന്ന് വെച്ചാൽ എൻ്റെ ജോലിയുടെ കാര്യമായിരുന്നു. ഞാൻ ഡിസംബർ 14-ാം തീയതിയിൽ ദുബായിലേക്ക് ജോലിക്ക് പോയത്. എനിക്കിവിടെ ഒരു ജോലി ഉണ്ടായിരുന്നു. എന്നിട്ട് 2022 ഡിസംബർ 14-ാം തീയതി ഞാനും എൻ്റെ ഒരു ഫ്രണ്ടുമായിട്ട് ജോലിക്ക് പോയി. ജോലിക്ക് പോയി ഒരു 6 മാസത്തോളം കാലം അവിടെ ജോലി അന്വേഷിച്ച് നിന്നു. അതിൻ്റെ ഇടയിൽ എനിക്കൊരു ജോലി ആയി. പക്ഷെ അതൊരു 1 മാസത്തേക്ക് എനിക്കവിടെ പോകാൻ പറ്റുള്ളൂ. ആ ടൈമിൽ അവിടുത്തെ ഓണർ കാര്യങ്ങൾ, ആളൊരു ഈജിപ്ഷ്യനായിരുന്നു. ആൾ വന്നിട്ട് പറഞ്ഞു ഇപ്പോൾ ഓഫീസിലേക്ക് ആളെ അത്യാവശ്യമില്ല,
സെയിൽസ് മാർക്കറ്റിംഗ് ഒക്കെ നോക്കുന്ന അവർക്ക് മെയിൽ സ്റ്റാഫിനെ ആവശ്യമുള്ളൂ അങ്ങനെയൊക്കെ പറഞ്ഞു. പിന്നെ ഞാൻ അവിടെ ഒരു മെയ് മുതൽ പോയില്ല. മെയ് 2 2023 മെയ് 2 ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. അത് കഴിഞ്ഞിട്ട് പിന്നെയും ഒരുപാട് നാൾ ജോലി ഇല്ലാണ്ട് ഒരു മാസത്തോളം ജോലി ഇല്ലാണ്ട് നിന്നു. ആ ടൈമിലും അമ്മ ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കുന്നതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം അപ്പം ഞാൻ ഭയങ്കരമായിട്ട് വിഷമിച്ചു. ഞാനും വീട്ടിലും എല്ലാവരും വിഷമിച്ചു, വേറെ ജോലിയൊന്നും ആവുന്നില്ല. പക്ഷെ അത് കഴിഞ്ഞിട്ട് പിന്നെ മാതാവ് എനിക്ക് തന്നൊരു ജോലി നല്ല ജോലി തന്നെ ആയിരുന്നു. അതിലെനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. ഞാൻ ഇന്നലെയാണ് ആനുവൽ ലീവിന് ദുബായിൽ നിന്ന് വന്നത്, ആനുവൽ ലീവായിട്ട് ദുബായിൽ നിന്ന് വന്നത്. ഞാനപ്പോൾ അമ്മയടുത്ത് പറയുമായിരുന്നു, ഞാൻ നാട്ടിൽ വന്നിട്ട് ഞാൻ വേറെ എങ്ങും പോകത്തില്ല, ഞാൻ പിറ്റേ ദിവസം നാട്ടിൽ എന്ന് വരുന്നു ഞാൻ പിറ്റേ ദിവസം ഞാൻ മാതാവിനെ കണ്ട് ഉടമ്പടി എടുത്തിട്ട് ഞാൻ ബന്ധുക്കളുടെ വീടുകളിൽ പോലും പോകൂ എന്ന് ഞാൻ പറയുമായിരുന്നു. അതുപോലെ തന്നെ ഞാൻ ഇന്നലെയാണ് വന്നത്. ഞാൻ ഇന്നിവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഇപ്പോൾ ഇനിയും ഞാൻ എന്തായാലും ഈ ഉടമ്പടിയിൽ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോവും. പിന്നെ ഇതെൻ്റെ മോളാണ്. മോൾക്കിപ്പോൾ 8 വയസ്സായിട്ടുണ്ട്. ഒരു വർഷത്തോളമായിട്ട് അഡിനോയിഡിൻ്റെ പ്രശ്നം കാരണം ഉറങ്ങാനേ പറ്റുന്നില്ലായിരുന്നു. സ്കൂളിൽ പോകുന്ന ടൈമിലൊന്നും പ്രശ്നമില്ല. രാത്രി വന്ന് കൊച്ചു ഉറങ്ങാൻ ശ്വാസം മുട്ട് കാരണം കൊച്ചു ഞെട്ടി എണീക്കും. അവളുടെ ശ്വാസത്തിൻ്റെ സൗണ്ട് കേട്ടിട്ട് ഞെട്ടി എണീച്ചിട്ട് കൊച്ചിന് ഉറങ്ങാനേ പറ്റുന്നില്ലായിരുന്നു. അങ്ങനെ ഇവിടെ വന്ന് അമ്മ തൈലം കിട്ടി. ആ തൈലം എടുത്ത് ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞത് അഡിനോയിഡിൻ്റെ പ്രശ്നമാണ്, കൊച്ചിന് നസൽ സ്പ്രേ ഉണ്ടല്ലോ അത് ചെയ്ത് കഴിഞ്ഞാൽ ഉറങ്ങാൻ പറ്റത്തുള്ളായിരുന്നു. അത് ചെയ്താൽ പോലും ഒരു 1-2 മണിക്കൂർ കഴിഞ്ഞിട്ട് വീണ്ടും കൊച്ച് ഞെട്ടി എണീക്കുകയോ ചെയ്യുന്നത് ശ്വാസത്തിൻ്റെ സൗണ്ട് കേട്ടിട്ട്. അമ്മ ഇവിടെ വന്ന് ഉടമ്പടി തൈലം എടുത്ത് കൊച്ചിൻ്റെ നെഞ്ചത്ത് രാത്രി പുരട്ടിയിട്ടാണ് കിടക്കുന്നത്. നെഞ്ചത്തും മൂക്കിലും ഒക്കെ പുരട്ടിയിട്ടാണ് കിടക്കുന്നത്. പക്ഷെ അതിനുശേഷം ഇതുവരെ മോൾക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. കൊച്ച് സുഖമായിട്ടാണ് കിടന്ന് ഉറങ്ങുന്നത്, ഒരു പ്രശ്നങ്ങളും ഇല്ല. അതെല്ലാം മാതാവിൻ്റെയും തിരുക്കുമാരൻ്റെയും അനുഗ്രഹം കൊണ്ട് മാത്രമാണ്. ഒരുപാട് നന്ദിയുണ്ട്. എൻ്റെ പേര് സജിത. ഞാൻ കൊല്ലം പരൂരിൽ നിന്ന് വരുന്നത്. ഞാൻ പിന്നെ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് 28 മാർച്ച് 2023 അത് പിന്നെ ആദ്യമായിട്ട് ഞാൻ ഉടമ്പടിയിൽ വെച്ചത് മോളെ കാര്യമായിരുന്നു. പിന്നെ അടുത്തതായിട്ട് ഞങ്ങൾ മോളെ കല്യാണമൊക്കെ കഴിഞ്ഞപ്പോൾ കുറച്ച് കടമുണ്ടായിരുന്നു. അങ്ങനെ ബാങ്കിൽ ജിപ്തി വന്ന് ബാങ്കുകാർ വന്ന് പ്രശ്നം ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ മനസ്സിൽ ഇങ്ങനെ പറഞ്ഞതേ. അപ്പോൾ നമ്മൾ വസ്തു വിറ്റ് കടം തീർക്കാമെന്ന് വിചാരിച്ച്. പക്ഷേ വസ്തു വന്ന് ആളുകൾ നോക്കിയിട്ട് പോകുന്നതല്ലാതെ ഒന്നും നടക്കുന്നില്ല. അങ്ങനെ ഇരുന്നപ്പം ഞാൻ യൂട്യൂബിൽ കൂടെ ഈ മാതാവിൻ്റെ ഇത് കാണുന്നത്. അപ്പം ഞാൻ മനസ്സിൽ പ്രാർത്ഥിച്ച് ഇതിനൊരു പരിഹാരം കാണണമെന്ന് ഉടമ്പടി എടുക്കുന്നതിന് മുമ്പേ പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ അയലുകാർ പറഞ്ഞ് ഞങ്ങൾ ആ വസ്തു എടുത്തോളാമെന്ന് പറഞ്ഞിട്ട് അവർ പിന്നെ മാർച്ച് ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്ത് അവിടെ ചെന്നതിൻ്റെ പിറ്റേന്ന് തന്നെ അവർ രാവിലെ വിളിച്ചിട്ട് പറഞ്ഞ് ബാങ്കിൽ പോയി എത്ര രൂപ അടയ്ക്കാനുള്ളതെന്ന് നിങ്ങൾ തിരക്കിയിട്ട് വാന്ന് പറഞ്ഞ്. അങ്ങനെ തിരക്കിയിട്ട് വന്നപ്പോൾ 17 ലക്ഷം രൂപ അടയ്ക്കാനുണ്ടായിരുന്നു. അവർ അന്നേരം തന്നെ പൈസ തന്നിട്ട് പറഞ്ഞ് പ്രമാണം എടുക്കാൻ പറഞ്ഞു. പ്രമാണം എടുത്ത് പിന്നെ ബാക്കി പൈസ അവർക്ക് വസ്തു ഉണ്ട് അത് വിറ്റിട്ട് തരാമെന്ന് പറഞ്ഞ്. കഴിഞ്ഞ മെയ്യിലായിരുന്നു അവർ ബാങ്കിലെ ഇടപാട് തീർത്തത്. പിന്നെ അവർക്ക് ഏതോ വസ്തു വിൽക്കാനുണ്ട്, അത് ഇതുവരെ നടക്കാത്തതുകൊണ്ട് നമ്മൾ പ്രമാണം എടുത്ത് നമ്മൾ ആ വീട്ടിൽ തന്നെ താമസിക്കുന്നത്. പിന്നെ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മൾ നിവർത്തിയോട് കൊണ്ട് അത് വിൽക്കാമെന്ന് വിചാരിച്ചത്. അല്ലാതെ എൻ്റെ മനസ്സിൽ ഇപ്പോഴും അവിടെ നിന്ന് ഇറങ്ങാനുള്ള മനസ്സില്ല. അതുകൊണ്ടാണോ എന്തോ ഇതുവരെ ഇറങ്ങേണ്ടി വന്നില്ല. അവരൊന്നും പറയുന്നില്ല, നമ്മൾ ആ വീട്ടിൽ തന്നെ ഇപ്പോഴും താമസിക്കുന്നത്. പിന്നെ ഞാൻ ഉടമ്പടി തൈലവും ഉപ്പും എല്ലാം കൊടുത്തിട്ട് എൻ്റെ അനിയത്തിക്ക് കിട്ടിയ ഇത് അനുഗ്രഹം അനിയത്തി പറയും. പരിശുദ്ധ മാതാവിനും തിരുക്കുമാരനും ആദ്യമേ തന്നെ ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട്, കാരണം എന്ന് വെച്ചാൽ എനിക്ക് എല്ലാവരും പൊതുവെ നന്ദി പറയുന്നുണ്ട്, എന്നാലും എനിക്ക് നന്ദി പറയണം. കാരണം ഒരുപാട് വൈകിയാണ് ഞാൻ ഇവിടെ ഇങ്ങനെ ഒരു മാതാവിനെ കുറിച്ചും ഈ മാതാവിന് ഇങ്ങനെ ഇവിടെ ആലപ്പുഴയിൽ കലവൂർ ഒരു ആലയം ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞത് ഒത്തിരി വൈകിയാണ്. പക്ഷേ വൈകി അറിഞ്ഞെങ്കിൽ പോലും എനിക്ക് ഒരുപാട് നേരത്തെ തന്നെ എൻ്റെ കുറേ അനുഭവങ്ങൾ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല, അത്ഭുതം തന്നെയാണ് സംഭവിച്ചതെന്ന് സത്യമാണ്. കാരണം അത്രത്തോളം ഞാൻ ദുരിതം അനുഭവിച്ച്, എല്ലാവരും ദുരിതക്കടലിൽ നിന്ന് വന്നവർ തന്നെയാണ്. പക്ഷേ എങ്കിൽ പോലും അതെനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. എന്നിട്ടും ഒത്തിരി നേരത്തെ, കാരണം ഒത്തിരിയൊന്നും ഞാൻ ആകെപ്പാടെ 2 ദിവസമാണ് ഇവിടെ വന്നിട്ടുള്ളത്. കാരണം ലേറ്റായിട്ട് അറിഞ്ഞത് എൻ്റെ ചേച്ചി പറഞ്ഞ അറിവിൽ മുഖേനയാണ് ഞാനിവിടെ വന്നിട്ടുള്ളത്. പക്ഷേ എനിക്ക് ഒത്തിരി നേരത്തെ ഫലവും കിട്ടി. അതായത് ഒത്തിരി വർഷങ്ങൾ കൊണ്ട് ഞാൻ കുറേ ശാരീരിക പ്രശ്നങ്ങൾ അനുഭവിച്ചുകൊണ്ട് ഒത്തിരി പ്രശ്നങ്ങൾ, അതിൽ ഏറ്റവും കൂടുതലെന്ന് വെച്ചാൽ
എനിക്ക് ബ്ലീഡിങ് എന്ന് വെച്ചാൽ ഓരോ മാസം മാത്രമല്ല, ഒരു മാസത്തിൽ 2 പ്രാവശ്യം വരെ ബ്ലീഡിങ്, 18, 16 ദിവസം, 10 ദിവസം, അങ്ങനെ ഒത്തിരി 18 ദിവസം അങ്ങനെയൊക്കെ ഒത്തിരി പ്രാവശ്യം വന്നെങ്കിൽ പോലും ഞാൻ ഇതുവരെ എനിക്ക് ഇത് ചികിത്സിക്കാനായിട്ട് ഒരു ഹോസ്പിറ്റലിൽ പോകാനായിട്ട് പറ്റിയിട്ടില്ലെന്ന് വെച്ചാൽ എൻ്റെ ഹസ്ബൻഡ് ഒരു ഡയാലിസിസ് പേഷ്യൻ്റായിരുന്നു. അപ്പം ഹസ്ബൻഡിന് 3 പ്രാവശ്യം ഡയാലിസിസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അങ്ങനെ പല ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ഒത്തിരി മാരകമാണ്, സീരിയസ് ആയിട്ട് പല ദിവസങ്ങളിൽ തന്നെ വെന്റിലേറ്ററിൽ കിടക്കേണ്ട അവസ്ഥയും. ഞാനും എൻ്റെ മോളുമേ ഉള്ളൂ, 21 വയസ്സായ എൻ്റെ മോളും. അപ്പം എല്ലാവരും പറഞ്ഞു നീ ഹോസ്പിറ്റലിൽ പോയിന്ന് കാണിക്കേ. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും എന്നെയും കൂടെ കൊണ്ടുപോയിട്ട് എനിക്കിനി അവിടെ കിടക്കാൻ സ്കാൻ ചെയ്യുമ്പം എനിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ പിന്നെ ഈ പാവത്തിന് ആര് നോക്കും എന്ന് വിചാരിച്ച് ഞാൻ പോവാതിരുന്ന് എങ്ങനെയൊക്കെ കൊണ്ട് നടന്നു. ഇപ്പം ഹസ്ബൻഡ് മരിച്ചിട്ട് ഈ അടുത്ത മാസം 6-ാം തീയതി 1 വർഷമാവുകയാണ്. എന്നിട്ട് എങ്ങോട്ടും ഇറങ്ങാതിരുന്ന് പിന്നെ എല്ലാവരും നിർബന്ധിച്ചിട്ട് തന്നെയാണ് ഞാൻ വീട്ടിൽ നിന്ന് തന്നെ പുറത്തായത്. അത് മാത്രമല്ല 2 മക്കളാണ് എനിക്ക്, 2 പെൺമക്കൾ. മൂത്ത മോളുടെ കല്യാണത്തിന് 10 ലക്ഷം രൂപ ബാങ്കിൽ നിന്ന് കടം കൊടുത്ത്, പക്ഷേ അത് അടച്ചുകൊണ്ടിരുന്ന സമയത്താണ് ഹസ്ബൻഡ് ഗൾഫിലായിരുന്നു. 3 ലക്ഷത്തിന് പുറത്ത് അടച്ചുകൊണ്ടിരുന്ന സമയത്ത് ഹസ്ബൻഡ് പെട്ടെന്ന് സ്ട്രോക്കും വന്ന് മാരകമായിട്ട് കിഡ്നി രോഗമായിട്ട് നാട്ടിൽ വരേണ്ടി വന്നത്. പിന്നെ എനിക്ക് മോക്കും ജോലിയില്ലല്ലോ, മോൾ ഡിഗ്രി കഴിഞ്ഞിട്ട് അവൾക്കും പഠിക്കാൻ നിവർത്തിയില്ലാതെയായി. അങ്ങനെ പിന്നെ നാട്ടിൽ വന്ന് പിന്നെ ഹസ്ബൻഡിൻ്റെ കാര്യം മാത്രം നോക്കി അങ്ങനെ പോയി. അവസാനം ഞങ്ങളുടെ വീട് വിൽക്കേണ്ടി വന്നു. 14,36,000 സംതിങ് ഉണ്ടായിരുന്നു ബാങ്കിലടയ്ക്കാൻ. വെറും 19 ലക്ഷത്തിനാണ് ഞങ്ങൾക്ക് വീട് വിൽക്കേണ്ടി വന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇപ്പം ഈ ലേറ്റായിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ പോയപ്പോഴത്തേക്ക് എൻ്റെ ഈ പ്രശ്നം തന്നെ ഒരുപാടായി. എൻ്റെ പിന്നെ യൂട്രസിൽ മുഴയുണ്ടെന്നാണ് പറഞ്ഞ സ്കാനിങ്ങിൽ. യൂട്രസിൽ മുഴ മാത്രമല്ല വേറെ പല ബുദ്ധിമുട്ടുകളും ഉണ്ടായി. അപ്പം പല ഹോസ്പിറ്റലിലും പറഞ്ഞ് ഇത് മേജർ ഓപ്പറേഷൻ വേണ്ടി വരും, കാരണം ഫൈബ്രോയിഡ് മാത്രം നീക്കം ചെയ്താൽ പോരാ, യൂട്രസ് കംപ്ലീറ്റ് റിമൂവ് ചെയ്യണം. അപ്പം ആകുമ്പം കുറേ പ്രശ്നങ്ങളൊക്കെ ഇല്ലേ, 3 മാസം കൊണ്ട് റെസ്റ്റ് എടുക്കണം. കാരണം വീടില്ല. ഇപ്പം തന്നെ ഞങ്ങൾ പല ബന്ധുക്കളുടെ വീട്ടിലായിട്ടാണ് ഇങ്ങനെ താമസിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒത്തിരി ടെൻഷനിൽ അടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ചേച്ചി ഇങ്ങനെ പറഞ്ഞത്, ചതി ഒരു കുഴപ്പവും വരത്തില്ല, അമ്മയുടെ ഉടമ്പടി തൈലം വയറിൽ തടവിയിട്ട് നീ പ്രാർത്ഥിക്കും, ഒരു പ്രശ്നവുമില്ല. അവസാനം ഇത്രയും ഹോസ്പിറ്റലിൽ പോയിട്ടും ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞിട്ട് ലാസ്റ്റിൽ അമ്മയുടെ ഒരു അമ്മയുടെ വലിയൊരു ആരാധികയാണ് ഞങ്ങളുടെ അടുത്ത് താമസിക്കുന്ന ഒരു ചേച്ചി പറഞ്ഞു നീ എന്തായാലും ഞങ്ങൾക്ക് അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലുണ്ട് കൊല്ലത്ത്, അവിടെ ഒന്ന് നോക്കാമെന്ന്. പക്ഷേ ശരിക്കും വിശ്വസിക്കാൻ പറ്റുന്നില്ല. അവിടെ വന്ന് ഡോക്ടർ നല്ലൊരു പരിശോധന നടത്തി. എൻ്റെ ടെൻഷനും വിഷമങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. ഒരിക്കലും ഇത്രയും നന്നായിട്ടൊരു ഡോക്ടർ പരിശോധിക്കുന്നത് ഞാൻ കണ്ടിട്ടുമില്ല. അവസാനം ഡോക്ടറുടെ അടുത്ത് ഞാൻ കാര്യം പറഞ്ഞ് ഇത് ഡീറ്റെയിൽ മാത്രം എനിക്ക് കണ്ടാൽ പോരാ, എനിക്ക് അമ്മയൊന്ന് പരിശോധിക്കണം. പിന്നെ റൂമിൽ പോയി പരിശോധനയൊക്കെ നടത്തി. അവസാനം ഡോക്ടർ പറഞ്ഞ് അമ്മ വിഷമിക്കണ്ട, ഇപ്പം എന്തായാലും ഓപ്പറേഷൻ്റെ ഒരു ആവശ്യമില്ല, ഇത് മെൻസസ് നിൽക്കുമ്പോഴത്തേക്ക് മുഴ തനിയെ ചുരുങ്ങുമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ആശ്വാസത്തിലാണ് നിൽക്കുന്നത്. കാരണം ഇത് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് വീടുണ്ട്, ബന്ധുക്കളുടെ വീടുണ്ട്. അപ്പോൾ ഓരോ ബന്ധുക്കളുടെ വീട്ടിൽ പോയാലും 3 മാസം അവരെയൊക്കെ ബുദ്ധിമുട്ടിക്കണമെന്ന് ഓർത്ത് ഞാൻ ടെൻഷൻ അടിച്ചത്, ഓപ്പറേഷൻ വേണ്ടാന്ന് വിചാരിച്ച്. ഇപ്പം അമ്മയുടെ കടാക്ഷം കൊണ്ട് എനിക്ക് ഇപ്പം അങ്ങനെയുള്ള ഓപ്പറേഷനും വേണ്ടാന്ന് വെച്ച്, അതുകൊണ്ട് വലിയൊരു നന്ദിയുണ്ട്, അമ്മയുടെ ഒത്തിരി നന്ദിയുണ്ട്. ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. സജിത ചേച്ചിയാണ് ഉടമ്പടി എടുത്തത്. ഉടമ്പടിയുടെ പ്രധാന കാര്യം മകളുടെ ആക്സിഡൻ്റ് മൂലം എല്ലാ വർഷവും ഉണ്ടായ രോഗപീഠയാണ്. ഇതേപോലെ തന്നെ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ അനിയത്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അനിയത്തിക്കും സൗഖ്യം ലഭിക്കുന്നു. ജപ്തിയുടെ ഘട്ടങ്ങളിൽ ഇവർക്ക് ഉടമ്പടിയിൽ നിന്നുകൊണ്ട് അതിജീവിക്കുവാൻ അമ്മ കരുത്ത് കൊടുക്കുന്നു. ഉടമ്പടിയിൽ നമ്മൾ നിബന്ധനകൾ പാലിച്ച് ദൈവത്തിനോട് കൂടുതൽ അടുക്കുകയാണ്. ലൂക്ക 8:21 ദൈവവചനം ശ്രവിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണ് എൻ്റെ അമ്മയും സഹോദരരും. അങ്ങനെ ദൈവവചനം ശ്രവിച്ച് അത് പാലിച്ച് നമ്മൾ ദൈവത്തിൻ്റെ തന്നെ സ്വന്തമായി മാറുകയാണ്. അങ്ങനെ സ്വന്തമായി മാറിയതിൻ്റെ സാക്ഷ്യങ്ങളാണിത്. പിന്നെ ചേച്ചി ആർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്നോ അവർക്കെല്ലാം അനുഭവങ്ങളുണ്ട്. പരിശുദ്ധ അമ്മ നമ്മളെ കൂടുതൽ ദൈവത്തോട് അടുപ്പിക്കുന്നു. ഉടമ്പടിയിലൂടെ ദൈവം ഈ കുടുംബത്തിന് നൽകിയ അനുഗ്രഹങ്ങൾക്ക് കൈയടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.